ഗോപാൽജി. ഭാവനെ, ഇരിക്കടാ. വേണ്ട ഗോപാൽജി. എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ ഇങ്ങനെ നീ ഇങ്ങോട്ട് വരില്ലെന്ന് എനിക്കറിയാം. എന്താ കാര്യം? അത് പിന്നെ ഗോപാൽജി, നീ എന്തിനാടാ പറയാൻ പഠിക്കുന്നേ? വേറെ ആരോടല്ലോ, എന്നോടല്ലേ? ധൈര്യമായിട്ട് പറ. ഗോപാൽജി, പുതുതായിട്ട് പണിയാൻ പോകുന്ന റിസോർട്ടിന്റെ പ്ലാൻ ഞാൻ നോക്കിയിരുന്നു. ആ സ്ഥലത്തിന് വാട്ടർ ഫ്രണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കുറെ ആളുകളുടെ സ്ഥലം കൈയേറിയിട്ടുണ്ട്. ഉണ്ട്. കുറെ പാവങ്ങൾ സ്വരുക്കൂട്ടി വെച്ച കാശ് കൊണ്ട് വാങ്ങിയ സ്ഥലങ്ങൾ അതൊക്കെ. കമ്പനിയുടെ ലാഭത്തിന് വേണ്ടി അവരെല്ലാം ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ ഗോപാൽജി? മോനെ, എല്ലാരെയും സന്തോഷിപ്പിച്ചോണ്ട് കച്ചവടം നടത്താൻ പറ്റൂല. ചിലപ്പോ ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വരുമ്പോ നേരായ വഴിക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റിയെന്ന് വരൂല. പിന്നെ നമ്മള് സ്ഥലത്തിന്റെ ഉടമസ്ഥരെ പറ്റിക്കാനൊന്നും നോക്കിയിട്ടില്ല. അവര് ആ സ്ഥലം വാങ്ങിയ വിലയ്ക്ക് അവരിൽ നിന്ന് തിരിച്ചു വാങ്ങാന്ന് ഞാൻ അവരോട് പറഞ്ഞു. 10-15 വർഷം മുമ്പ് വാങ്ങിയ അതേ വിലയ്ക്ക് ഇപ്പൊ ആ സ്ഥലം വാങ്ങുന്നത് ന്യായമാണോ ഗോപാൽജി? അവര് സമ്മതിച്ച വിലയ്ക്ക് തന്നെയാ സ്ഥലം ഞാൻ വാങ്ങിച്ചത്. അവരെ കൊണ്ട് ആ തുകയ്ക്ക് സമ്മതിപ്പിച്ചത് എന്റെ കഴിവ്. അവരെ കൊണ്ട് ഗോപാൽജി എങ്ങനെ സമ്മതിപ്പിച്ചു എന്നൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോ മനസ്സിലായി. ഭീഷണിക്കും തല്ലിനും ഒക്കെ വഴങ്ങിയിട്ട് പലരും സ്ഥലം വിറ്റത്. ഇങ്ങനെയുള്ള വഴികളിലൂടെ ഉണ്ടാക്കുന്ന കാശ് നമുക്ക് വേണോ ഗോപാൽജി? ആ കാശ് ശപിക്കപ്പെട്ടതായിരിക്കും. കാശ് കാശാ മോനെ. അതിൽ ശപിക്കപ്പെട്ടതും അനുഗ്രഹിക്കപ്പെട്ടതും ഒന്നുമില്ല. സ്ഥലം വിറ്റവരുടെ ആധാരവും ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ. പിന്നെ എന്ത് കാര്യത്തിനാ അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ? ശരി, സ്ഥലം വിറ്റവരെ പറ്റി സംസാരിക്കുന്നില്ല. അല്ലാതെ ഗോപാൽജി കയ്യേറി ഉപയോഗിക്കുന്ന ആളുകളുടെ സ്ഥലവും. നീ ആരുടെ കാര്യമായി പറയുന്നേ? രാഘവ മാഷിന്റെ. അദ്ദേഹത്തിന്റെ സ്ഥലം ഗോപാൽജി കയ്യേറിയതാണെന്ന് വ്യക്തമായ തെളിവുണ്ട്. അതിനെക്കുറിച്ച് പരാതി നൽകിയ ആ പാവത്തിന് ഗോപാൽജി തല്ലുകയും ചെയ്തു. ഇതൊക്കെ ദൈവത്തിന് നിരക്കാത്ത പണിയാ ഗോപാൽജി. രാഘവ മാഷിനെ പോലെ കുറെ പേരുടെ സ്ഥലം ഗോപാൽജി കൈയേറിയിട്ടുണ്ട്. അവര് കുറച്ചായിട്ട് സ്വരുക്കൂട്ടി വെച്ച കാശുകൊണ്ട് വാങ്ങിയ സ്ഥലം അതൊക്കെ. അത് തട്ടിയെടുക്കുന്നത് ശരിയല്ല ഗോപാൽജി. കച്ചവടം ചെയ്യാൻ ഇറങ്ങുമ്പോ ഇങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒക്കെ മാറ്റി വെക്കണം മോനെ. എങ്കിലേ ലാഭം ഉണ്ടാക്കാൻ പറ്റൂ. വർഷങ്ങളായിട്ട് ഞാൻ കച്ചവടം ചെയ്യുന്നതല്ലേ. അതെങ്ങനെ ചെയ്യണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്നാ ശരി ഗോപാൽജി, ഞാൻ പോട്ടെ. ഗിരി, നീ രാഘവ മാഷ്ട വിഷയത്തിൽ ഇടപെടാൻ കാരണം മഞ്ജു ആണ്. നിയമത്തിന്റെ വഴിക്കൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോ അവള് നീ വഴി ഒന്ന് ശ്രമിച്ചതായിരിക്കും അല്ലേ? ഗോപാൽജിയോട് സംസാരിക്കാന്ന് പറഞ്ഞാൽ ഞാനാ. രാഘവ മാഷിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാനിത് ചെയ്തത് മഞ്ജുവിനെ മനസ്സിൽ കണ്ടിട്ടല്ല, മഹിമയെ കണ്ടിട്ട്. മാഷിനെ സഹായിക്കാന്ന് മഹിമ ഏറ്റിട്ടുണ്ട്.